അഗ്രാഹ്യ ഗുരുകുലത്തിൻ്റെ വിദ്യാദാനവും അന്നദാനവും 5-ാമത്തെ ദിവസം. അപ്പോൾ 7 ദിവസത്തെ വിദ്യാദാനവും അന്നദാനവുമാണ് നടത്തുന്നത്. ഭഗവത്ഗീത പഠന ക്ലാസ്സിൻ്റെ അവസാനം 7-ാമത്തെ ദിവസം മത്സര പരീക്ഷയും സമ്മാനവും ഉണ്ടെന്ന് നോട്ടീസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് തിങ്കൾ കഴിഞ്ഞ് പിന്നെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്നത് നാളെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 5-ാമത്തെ ദിവസം മത്സര പരീക്ഷ നടത്തിയിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുകയും സമ്മാനം ഇപ്പോൾ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ സമ്മാനം എത്ര രൂപയുടെ സമ്മാനം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു 1000 രൂപയുടെ കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു 1 ലക്ഷം രൂപ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞ് കാറ് വേണം, ഒരാൾ സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സമ്മാനം ഇന്നതായിരിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് സമ്മാനം വലിയൊരു സംഖ്യ കൊടുക്കണം. 1-ാം സമ്മാനം 3 ലക്ഷം, 2-ാം സമ്മാനം 2 ലക്ഷം, 1-ാം സമ്മാനം 1 ലക്ഷം. അല്ല 3-ാം സമ്മാനം സോറി, നമുക്ക് കയറി പിടിച്ച് ആവശ്യമില്ലാത്തമ്മയാണ് കയറി പിടിക്കുന്നത്, ആവശ്യമുള്ളമ്മയൊന്നും പിടിക്കില്ല. അതാണ് അത് കൂടുതലും എന്താണെന്നറിയാമോ, അങ്ങനെ കൂടുതലും ഇൻവോളണ്ടറി ആക്ഷനാണ്. അത് പലതും ചെയ്യുന്നതും പറയുന്നതും ബോധപൂർവം അല്ല. ശരിയായിട്ടുള്ള ബോധം ഇല്ലാതെയാണ് ഓരോരുത്തർ ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതുമൊക്കെ. ഇത്തിരി നീക്കിയിട്ടിരിക്കും. ഓരോരുത്തരും ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതും ശരിയായ ബോധത്തോടു കൂടിയല്ല. പലതും വോളണ്ടറി ആക്ഷൻ അല്ല, ഇൻവോളണ്ടറി ആക്ഷനാണ്. നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ ഓരോന്ന് ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ വളരെ ബോധപൂർവമാണോ എന്ന്. ശരി. അപ്പോൾ സമ്മാനം ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ വലിയൊരു സംഖ്യയുടെ സമ്മാനം നിങ്ങൾക്ക് തരണമെന്ന് വലിയൊരു സംഖ്യയുടെ സമ്മാനം അവൻ്റെ പേരെന്താണ്? അവൻ്റെ പേരെന്താണ്? അല്ല, അൻസാറ് പുറകെ പോയിരിക്കേ 10 പ്രാവശ്യം പറയണോ? അടുത്ത വർഷത്തെ യജ്ഞം തൊട്ട് ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കും. ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കയ്യിൽ ഒരു തോക്കുണ്ടാവും. അനുസരണ ഇല്ലാത്തവരെ ഉടനെ വെടിവെക്കും. അപ്പോൾ മരിക്കും. 1 പ്രാവശ്യം പറയും പുറകെ പോയിരിക്കും, പിന്നെ ആ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഉടനെ വെടിവെക്കും. ആരെ? സാമിനെ? പോലീസൊക്കെ നമ്മുടെ കസ്റ്റഡിയിലാണ്, നമ്മൾ പറയുന്നിടത്ത് നിൽക്കുകയുള്ളൂ. അത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ആദ്യം എഴുതി മേടിക്കും, ഇവിടെ അനുസരണയില്ലാത്ത കുട്ടികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം തരണം. അപ്പോൾ അവർ അനുവാദം തരും, അവർ എഴുതി ഒപ്പിട്ട് തരും. നിങ്ങൾ 1 ലക്ഷത്തിൻ്റെ തോക്കെടുത്തോ? നീ 1 ലക്ഷത്തിൻ്റെ തോക്കെടുത്താൽ ഞാൻ 5 ലക്ഷത്തിൻ്റെ തോക്കുമായിട്ട് വരും. 15 ലക്ഷത്തിൻ്റെ തോക്കുമായിട്ട് വരുമോ? അപ്പോൾ ഞാൻ 20 ലക്ഷത്തിൻ്റെ തോക്കുമായിട്ട് വരും. അപ്പോൾ ഞാൻ 2000 ലക്ഷത്തിൻ്റെ ആയിട്ട് വരും. കണ്ട യുദ്ധം എന്താണ്? ഇതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം. നിങ്ങൾ യുദ്ധത്തെ പറ്റിയൊന്നും ചിന്തിക്കരുത് കഴിയുന്നത്. അത് എങ്ങനെ എത്തൂല. ഇനിയൊക്കെ യുദ്ധം വരാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇരുമ്പിൻ്റെ പട്ടാളക്കാരാണ് ഇനി വരാൻ പോകുന്നത്. അതായത് തനിയെ ചിന്തിച്ച് പ്രവർത്തിക്കാവുന്ന കമ്പ്യൂട്ടറുകൾ തലയിൽ ഫിറ്റ് ചെയ്ത ഇരുമ്പിൻ്റെ പട്ടാളക്കാർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇനിയുള്ള കാലമൊക്കെ യുദ്ധം ചെയ്യാൻ പോകുന്ന മനുഷ്യനല്ല, ഇരുമ്പിൻ്റെ പട്ടാളം, റോബോട്ടിക് ആർമി. അപ്പോൾ അവർ തനിയെ ചിന്തിച്ച് കൈകാര്യം ചെയ്യും. അപ്പോൾ സമ്മാനം
വലിയൊരു സംഖ്യ തരണമെന്നൊക്കെ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് തരണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പണം ഒത്തു വരണ്ടേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന മത്സര പരീക്ഷയും സമ്മാനവും ഒരു യഥാർത്ഥത്തിലുള്ള മത്സര പരീക്ഷയോ സമ്മാനമോ ദാനമോ അല്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ ഈ വേദാന്ത വിദ്യാർത്ഥികളായിട്ട് വരുന്ന കുട്ടികളാരും ചിത്തശുദ്ധിയുള്ളവരല്ല. ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾ കഴിക്കുന്ന ആഹാരം, ഇപ്പോൾ രൂക്ഷ ഗുണമുള്ള ആഹാരമൊക്കെ കഴിച്ചാൽ ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. ചോരയൊക്കെ തിളച്ചിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഇടത്തോട്ട് തിരിയും, വലത്തോട്ട് തിരിയും, കാലിട്ട് ചവിട്ടും, ഒരാൾ കാല് വളച്ച് തലയിൽ വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു പഠന അന്തരീക്ഷം മൊത്തം നഷ്ടപ്പെടുകയും പഠിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ യജ്ഞം നടന്നിരിക്കുന്നതും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ട്രയൽ, എന്താ പറയുക, ഒരു ഡെമ്മി, യഥാർത്ഥത്തിലുള്ളതല്ല, എഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു മത്സര പരീക്ഷയും പിന്നെ സമ്മാനം തരുന്നത് യഥാർത്ഥത്തിലുള്ളതാണ്. അപ്പോൾ സമ്മാനം എന്ന് പറയുന്നത്, ഒന്നാം സമ്മാനം 300 രൂപയും ഒരു പുസ്തകവും, രണ്ടാം സമ്മാനം 200 രൂപയും ഒരു CD യും, മൂന്നാം സമ്മാനം 100 രൂപയും ഒരു പുസ്തകവും. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ മതപഠന ക്ലാസ്സുകൾ നടത്തുകയും മത്സര പരീക്ഷ നടത്തുകയും സമ്മാനം തരികയും ചെയ്യുക. അതൊരു തുടക്കം കുറിച്ചൊന്നും വിചാരിക്കുക. ഇപ്പോൾ 2010 നടത്തുന്നതാണ്. പക്ഷേ വലിയ പുരോഗതിയൊന്നും കാണുന്നില്ല. എങ്കിലും കുറേയൊക്കെ കുട്ടികളൊക്കെ ഒതുങ്ങിയിരിക്കുകയും ക്ലാസ് കേൾക്കുകയും എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമല്ല, അത്ര ഗൗരവം കുറഞ്ഞ ഒരു കാര്യമാണ്. എങ്കിലും ഇത്രയൊക്കെ ഇങ്ങനെ നടത്തുന്നു. നല്ല അനുകൂല സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സമ്മാനം വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ട് ഒന്നാം സമ്മാനം 3000 രൂപ, രണ്ടാം സമ്മാനം 2000 രൂപ, ഒന്നാം സമ്മാനം 1000 രൂപ. അപ്പോൾ അതങ്ങനെ വേറൊരാളോട് പറയണമെങ്കിൽ, അപ്പം അങ്ങനെ ഇങ്ങനെ ഞാനിവിടെ മതപഠന ക്ലാസ് നടത്തുന്നുണ്ട്, കുട്ടികൾക്ക് പരീക്ഷ സംഘടിപ്പിക്കുന്നുണ്ട്, സമ്മാനം കൊടുക്കാനായിട്ട് നിങ്ങളത് സ്പോൺസർ ചെയ്യണം. വേറൊരാളോട് പറയണമെങ്കിൽ വിദ്യാർത്ഥികൾ അതനുസരിച്ചുള്ളവരായിരിക്കണം. ഇതിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞ് അവർ വന്ന് നോക്കുമ്പോൾ കുറച്ച് പീക്കിരി പിള്ളേർ, ചിത്തശുദ്ധി ഇല്ലാത്ത കുറച്ച് പീക്കിരി പിള്ളേർ ഇവിടെ കിടന്ന് ലഹള ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അവരംഗീകരിക്കത്തില്ല. മനസ്സിലായ? അത് നമുക്കങ്ങനെ പറയാനും പറ്റത്തില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ്, എൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിൽ ചെയ്യുന്നതാണത്. അപ്പോൾ നിങ്ങളാണ് ഇവിടുത്തെ പ്രധാന പുള്ളികൾ. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരോ ഈ യജ്ഞം നടത്താൻ വേണ്ടി പണം തരുന്നവരോ ഒന്നുമല്ല പ്രധാന പുള്ളികൾ. പ്രധാന പുള്ളികൾ ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്, വേദാന്ത മത വിദ്യാർത്ഥികൾ. അപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് ക്ലാസ് കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കുകയും ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ 1,00,000 രൂപയുടെ സമ്മാനമോ 3000 രൂപയുടെ സമ്മാനമോ സൈക്കിളോ കാറോ ഒക്കെ സമ്മാനമായിട്ട് കിട്ടിയെന്ന് വരും. ഇതിപ്പോൾ ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ ഒരാൾ എന്നോട് തുറന്നു പറഞ്ഞു, സ്വാമി ഈ പാടുപെട്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരെണ്ണം ഗുണം പിടിക്കുന്നതല്ല, ഒന്നും ഒതുങ്ങിയിരുന്ന ശീലമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് നമ്മളിതൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ക്ലാസ്സിലൊക്കെ കുറച്ച് ഗൗരവമായിട്ടൊക്കെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ്. ആ ആൾ ഇപ്പോൾ 5 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ ചോദ്യമായാലും വലിയ ചോദ്യമായാലും ശരിയായ ഉത്തരം എഴുതിയാൽ 20 മാർക്ക്. പിന്നെ അതനുസരിച്ച് മാർക്ക് ഇങ്ങനെ കൂടിയും കുറഞ്ഞു ഇരിക്കും. അപ്പോൾ
I2 10 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ പരമായിട്ടുള്ള ആധ്യാത്മികപരമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ളത് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് മുതിർന്ന കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ചില നിലപാടുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് അടിസ്ഥാന പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നതും ചില മോക്ഷശാസ്ത്രത്തിൻ്റെ ചില ആധികാരികമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളെ വെച്ചിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആധികാരികമായ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ഉദാഹരണം, നാരായണ ഗുരു എഴുതിയ ദർശനമാല, അത് മോക്ഷശാസ്ത്രത്തിൻ്റെ ആധികാരികമായ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നാരായണ ഗുരു എന്ന് പറയുന്ന ആൾ ഇത് എഴുതിയത് നമ്മൾ ശരിയാണ് എന്ന് 100% വിശ്വസിച്ച് അംഗീകരിച്ച് സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ആപ്തനാണ്. ആപ്തൻ എന്ന് പറഞ്ഞാൽ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നുണ പറയാത്ത ആൾ. ഇപ്പോൾ നിങ്ങളൊക്കെ ആപ്തന്മാരല്ല. എന്തുകൊണ്ട്? നിങ്ങൾ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നുണ പറയും. ഇപ്പോൾ ഒരാൾ ഒരു 10,000 രൂപ നിങ്ങൾക്ക് തരാം, നിങ്ങളൊരു ചെറിയൊരു നുണ പറയണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എടാ ഒരു ചെറിയൊരു നുണ പൊട്ടിച്ച് വിട്ടാൽ 10,000 രൂപ കിട്ടും. നിങ്ങൾ ഒരു നുണ കാച്ചി വിടും. അപ്പോൾ നിങ്ങളെ ആരും ആപ്തന്മാരായിട്ട് ആരും അംഗീകരിക്കില്ല, അതുറപ്പാണ്. അപ്പോൾ നാരായണ ഗുരുവിനെയൊക്കെ ലോകം അംഗീകരിക്കുന്ന ആപ്തനായിട്ടാണ്. ആപ്തവാക്യം, ആപ്തപ്രമാണം. ആപ്തപ്രമാണം എന്ന് പറഞ്ഞാൽ സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോയിട്ട് പോവാം, സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നുണ പറയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചോദ്യങ്ങൾ, ഇവിടെ 5 ചോദ്യങ്ങൾ തയ്യാറാക്കിയത്. മനസ്സിലായ? അപ്പോൾ ഇവിടുത്തെ ഒരു മുതിർന്ന വിദ്യാർത്ഥി ആ 5 ചോദ്യങ്ങൾ എങ്ങനെ എഴുതിയിരിക്കുന്നു, അതിൻ്റെ ഉത്തരം അദ്ദേഹം എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയും. അതൊക്കെ ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ നീ എഴുതിയതൊന്നും തിരഞ്ഞെടുക്കുകയെന്നു ഇവിടെ ഇരുന്നൊന്ന് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് വായിക്കും. നോടൊന്നും പറയരുത് കേട്ടോ. അവനെ സുരാഗ എഴുതിയ ചോദ്യങ്ങളും ഉത്തരവും വായിക്കും. നമുക്ക് എന്താ നോക്കാമല്ലോ. ഭഗവത്ഗീതയിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം എഴുതുക. ചോദ്യം 1 പറയും. ചോദ്യം 1. ആൻസർ: കിം തത് ബ്രഹ്മ കിമദ്യാത്മം കിം കർമ്മ പുരുഷോത്തം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: സ്വധർമ്മം എന്നാൽ എന്ത്? ധർമ്മത്തെ വിശ്വസിക്കുന്നയാൾ, നല്ല വിചാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നയാൾ, തൻ്റെ വിശ്വാസത്തെ ആര് പറഞ്ഞാലും അവിശ്വസിക്കുകയില്ല. അധർമ്മത്തെ വിശ്വസിക്കുന്നവൻ. ദൈവത്തെ സ്മരിക്കുകയും യുദ്ധം വേണമെന്നും ഭഗവത്ഗീതയിൽ പറയുന്നു. ആശയം വ്യക്തമാക്കുക. യുദ്ധം സ്വീകരിക്കുന്നത് അനിവാര്യമല്ല എന്ന് നമുക്കറിയാം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവമില്ല എന്ന് ഒരുപക്ഷെ ആൾക്കാർ പറയുമ്പോൾ അതിനെ എതിർക്കുമ്പോൾ അവിടെ യുദ്ധമുണ്ടാകുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ യുദ്ധം അനിവാര്യമില്ലാതെ ഉണ്ടാകുന്നതാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഭയം ഉണ്ടാകുന്നു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ഉണ്ടാകുന്നത് ആർക്കും എതിർക്കാനാകില്ല. ഭഗവത്ഗീതയിലെ യുദ്ധം നല്ലതിനായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം നശിപ്പിക്കാൻ ആർക്കും ആകില്ല. മദ്യവും വ്യഭിചാരവും നിയമമൂലം നിരോധിക്കുന്നത് നല്ലതാണോ? നല്ലതാണ്. മദ്യവും വ്യഭിചാരവും നിയമം മൂലം നിരോധിക്കുന്ന. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ നിയമം മൂലം നിരോധിക്കും. അപ്പോൾ കാണാം അതിൻ്റെ ബുദ്ധിമുട്ട്. നിർവ്വാണം അഥവാ മോക്ഷം എന്നാൽ എന്ത്? നമ്മളൊരു കുറ്റം ചെയ്താൽ അതിന് പരിഹാരം ചിലപ്പോൾ ചെയ്യാറുണ്ട്. നമ്മൾ അതിന് പരിഹാരം
ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മോക്ഷം ലഭിക്കാറുണ്ട്. മോക്ഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിഹാരമാണ്. നമ്മൾ മോക്ഷത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ആത്മാവിൻ്റെ വാഹനം ശരീരമാണ്. ബുദ്ധിയാണ് സാരഥി. ആയി. എത്ര മാർക്കുണ്ട് 100-ൽ? 100-ൽ എത്രയുണ്ട്? 20 40 അല്ലേ? 100-ൽ 40 മാർക്ക്.